കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ റീസെൻ്റ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് GOCL എജുലാൻഡ്, ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് വെബ്സൈറ്റിലും ഓരോ കോളംസും വൈസ് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കറക്റ്റായിട്ട് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് അതുപോലെ അഡ്മിറ്റ് കാർഡ് എല്ലാം അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്യാം, ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം. ഒക്കെ ലിങ്ക് ഇതാ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ താഴെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും. ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറിയൊക്കെ ഇട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എനിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഡൗട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വെക്കാൻ 4 നോട്ടിഫിക്കേഷനാണ് ഇതിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നിങ്ങൾക്കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് ആണ്, അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് സിവിലാണ് ആദ്യത്തെ നോക്കുന്നത്, വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ്. നിങ്ങൾക്കൂടെ കാണാം 3 വേക്കൻസി ആണ്. അതിലേക്ക് പേ സ്കെയിൽ ഇവിടെ കാണാം. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഇനിഷ്യലി 3 ഇയേഴ്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ്. BE or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 32 ഏജ് ലിമിറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള. ഈ പറയുന്ന ക്ലോസിംഗ്, അതായത് 1 മാർച്ച് 2025 കണക്കാക്കിയാണ് കേട്ടോ ഏജ് കണക്കാക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് സെലക്ഷൻ എന്ന് പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ നോക്കിയിട്ട് അതിനനുസരിച്ച് എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ അവർ കോൺടാക്ട് ചെയ്യും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് പ്രൂഫ്, എക്സ്പീരിയൻസ് ഇതിനൊക്കെ വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 19 ആണ്. അപ്പോൾ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു. ഇതിലേക്ക് ഓരോന്നിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സെപ്പറേറ്റ് ലിങ്ക് ഞാൻ കാണിക്കാം. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതും സെയിം ഡേറ്റിലാണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ നമ്പർ കാണാം. ഇതിൽ എക്സിക്യൂട്ടീവ് മറൈനാണ്, ഒരു വേക്കൻസി മാത്രമാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പേ സ്കെയിൽ. അതോടൊപ്പം തന്നെ ഇതും കോൺട്രാക്ട് ബേസിലാണ് വിളിച്ചിരിക്കുന്നത്. 3 വർഷത്തെ, പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് BE or BTech നിങ്ങൾക്ക് മറൈൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE or BTech കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 3 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. 32 ആണ് 1 മാർച്ച് 2025 കണക്കാക്കി. 32 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് മാർച്ച് 19 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇത് കൂടെ കാണാം. 4/3/2025. ഇതിൽ അഡീഷണൽ സെക്ഷൻ എഞ്ചിനീയറാണ്, ഒരു വേക്കൻസിയാണ്. ഇതിൻ്റെ പേ സ്കെയിലൂടെ കാണാം. ഇതും കോൺട്രാക്ട് ബേസിൽ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം BE or BTech അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BE or BTech അല്ലെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. BE or BTech കഴിഞ്ഞവരാണെങ്കിൽ 7 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 35 ആണ് 1 മാർച്ച് കണക്കാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്കൊക്കെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എക്സാം ഉണ്ടായിരിക്കും, റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ വിളിക്കും. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന മാർച്ച് 19 ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി അടുത്ത 4ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കൂടെ കാണാം. ഇത് സെയിം ഡേറ്റ് ആണ്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാം. ഇത് അഡീഷണൽ ജനറൽ മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. ഇതിലേക്ക് റെഗുലർ ആയ ഡെപ്യൂട്ടേഷൻ വഴിയാണ്. നിങ്ങൾക്കൂടെ കാണാം 17 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യണം. നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താ ഈ ഒരു പേജിലേക്കായിരിക്കും. KMR റിക്രൂട്ട്മെൻ്റ് ആണ്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ കണ്ട് കാണാം. ഈ നോട്ടിഫിക്കേഷനിലൂടെ ക്ലിക്ക് ചെയ്യാം. ഇത് നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ KMRൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കരിയർ പേജിലേക്കാണ് എത്തുക. ഇതിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ 4 നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗമാണ് ഇവിടെ ഈ റെഡ് കളറിൽ. ഇതിൽ ജസ്റ്റ് ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പറാണ് നോക്കേണ്ടത്. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നോക്കുക, അത് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ഇതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് അതേ സെയിം പേജിലേക്ക് തന്നെയാണ് എത്തുക. ഇവിടെയാണ് എത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിന് നേരെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 19 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലായിട്ടും കൂടെ കാണാം ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര്, ഇമെയിൽ ID ഇതൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്ത് അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകണം. അത് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.